ഹലോ, രാവിലെ തന്നെ എണീച്ച് ഡാൻസ് ക്ലാസ് പോയപ്പോൾ ഇങ്ങനെയാണ് കാണുന്ന ഒരാളോട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഞാനെണ്ണ നീ എണ്ണ എണ്ണീറ്റ് അവസാനം ആരാ വരുന്ന അയാളോട് അഭിനയിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം നിന്ന്. പിന്നെ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അഭിനയിക്കാറില്ല ടീച്ചറെ ചിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറേ നേരം നിന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ ആരാധ്യം മാളും എന്തോ ആണെന്ന് ചെയ്യും. നോക്കുമ്പോൾ എന്താ ആരാധ്യൻ്റെ പല്ല് പൊഴിഞ്ഞു. ആരാധ്യനോട് പല്ല് കാണിച്ചാൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല കെട്ടവല്ലാന്ന്. കെട്ടവല്ലാണ്ടല്ലേ പല്ല് പൊഴിഞ്ഞ്. അതാണ് കാണിച്ചിരുന്നില്ല. ഞാൻ നേരെ പോയത് എങ്ങോട്ടെന്നറിയോ, കോഴിക്കോടേക്ക്. ഫുഡ് കഴിക്കാൻ പോലുള്ള സമയം അമ്മ തന്നില്ല, പക്ഷെ എന്നാ വൈബടിക്കാൻ പറ്റും. പാട്ടും വൈബ് അടിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ മൂഡ് കുറേ നേരം തുള്ളി ക്ഷണിച്ചിട്ട് ഞാനും പിള്ളേരുമായിട്ട് വേഗം സീറ്റിലിരുന്ന് പിന്നെ സമനപ്പൂ വാങ്ങിച്ചു കുടിച്ച്. സീറ്റിലിരുന്ന് വെച്ച് അടങ്ങിയിരിക്കൊന്നുമില്ല, എന്നാലും തലയോണ്ടും കാലോണ്ടും കൈകൊണ്ടും ഇരുന്നെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി, എന്നാലും ഈ പോസ്റ്ററിൽ കാണുന്നുണ്ട്. ഇത് കുടുംബശ്രീൻ്റെ എന്തോ ഒരു പരിപാടിയായിരുന്നു. പക്ഷേങ്കിൽ കാണാൻ ഒരുപാടുണ്ടെങ്കിൽ എന്നെ ആകർഷിച്ചത് മൊത്തം അച്ചാറായിരുന്നു. പക്ഷെ അച്ചാറിനൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല വിലയായിരുന്നു. പിന്നെ ഞാൻ ആകെ നോക്കിയത് കമ്മൽ മാത്രമാണ്, അതാണ് എടുക്കുകയും ചെയ്തായിരുന്നു. ഉപ്പിലിട്ട സാധനമൊക്കെ കണ്ടിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അമ്മേൻ്റെയും പപ്പേൻ്റെയും പിള്ളേരെ എല്ലാം ഞാൻ തന്നെ അയച്ചു. അതിനുശേഷം ഐസ്ക്രീം അയച്ച് നേരെ ബസ്സിലേക്ക് പോയി. ബസ് കയറിയതും അമ്മക്കും പപ്പക്കും ഞാൻ നല്ല പാട്ടും വെച്ചുകൊടുത്ത് അവരെ കിടക്കുകയും കുറച്ചു.